നമസ്കാരം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഗ്വാദർ തുറമുഖ സമുച്ചയത്തിൽ സ്ഫോടനം നടന്നിരിക്കുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. സായുധനായി എത്തിയ 8-അംഗ സംഘം തുറമുഖത്തിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തുറമുഖത്തിന്റെ വിവിധ ഇടങ്ങളിൽ പല സ്ഫോടനങ്ങൾ നടന്നു എന്നതായി കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സംഭവ സ്ഥലത്ത് അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്ന ചില വാർത്തകളും വരുന്നുണ്ട്. ചൈനയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന തുറമുഖത്തിലാണ് ആക്രമണം ഉണ്ടായതെന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സംഭവത്തിൽ ഇതുവരെയും ഒരു ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മജീദ് ബ്രിഗേഡ് നിലവിൽ ഏറ്റെടുത്തിട്ടുമുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായി പ്രസിഡന്റ് ഷി ജിൻപിങ് കൊണ്ടുവന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ഗ്വാദർ തുറമുഖം തന്നെയാണ്. എന്നാൽ വികസനത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ ചൈന നടത്തുന്ന ഇടപെടലുകളോട് എപ്പോഴും ബലൂചിസ്ഥാൻ പ്രവിശ്യ വേറിട്ട് നിന്നിട്ടുണ്ട്. അവർ വേറിട്ട നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ബലൂച്ച് ആർമി ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബലൂച്ച് പ്രവിശ്യയിൽ സമൃദ്ധമായി കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ചൈന ചൂഷണം ചെയ്യുകയാണ് എന്ന ആരോപണമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുമായി ഏറെ അടുപ്പം ബലൂചിസ്ഥാൻ സൂക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും നിലവിൽ ഈ പാകിസ്ഥാന്റെ മണ്ണിൽ ചൈനയ്ക്ക് ഈ പോരാളികൾ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. ഈ തുറമുഖത്തിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തലവേദനയാണ് പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.